ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നെന്താ വെച്ചാൽ നമ്മളെ GTR രജിസ്ട്രേഷൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുള്ളി സ്റ്റോക്ക് ആക്കിയിട്ടാണ് വണ്ടി. ബട്ട് വണ്ടീൻ്റെ ഒരു സൈഡ് നമ്മൾ അന്നത്തെ വീഡിയോയിൽ കണ്ടിരുന്നു തട്ടിയിട്ട്. അതിപ്പോൾ നമുക്ക് റെഡിയാക്കണമെന്നുണ്ട്. അതുകൊണ്ട് കാണിച്ചു തരാൻ നമുക്ക് അങ്ങനെ നോക്കാം. ക്യാമറയിലില്ലാതെ കൊണ്ടാണ് കേട്ടോ ഈ സൈഡ് ടിച്ച് പൊളിക്കണത്. അപ്പോൾ ഇതൊന്ന് കൊണ്ട് റെഡിയാക്കണം. പിന്നെ വണ്ടി മൊത്തത്തിൽ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ എൻജിനും കാര്യങ്ങളും മാറ്റിയിട്ടില്ല. എൻജിനും കാര്യങ്ങളൊക്കെ ആ പഴയ എൻജിൻ തന്നെയാണ്, അതായത് W16 തന്നെയാണ് എൻജിന്. പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ കിട്ടുമോ അറിയില്ല. ഇത് ഒക്കെ ക്യാൻസലാക്കി കിടക്കണം. വണ്ടി മൊത്തം സ്റ്റോക്കാക്കിയതാണ്, മൊത്തം ക്യാൻസലാക്കി കിടക്കുകയാണ്. അതായത് ബുക്കും പേപ്പറില്ല, ഇൻഷുറൻസ് ഇല്ല, പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പം ഇന്ന് പോയിട്ട് നമുക്ക് പൊല്യൂഷൻ എടുക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. വണ്ടി എന്തായാലും നന്നാക്കാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ വണ്ടി എന്തായാലും നന്നാക്കാൻ കൊടുക്കാൻ പോവാണ്. പൊല്യൂഷനും കാര്യങ്ങളൊക്കെ തീർന്നതുകൊണ്ട് എന്തായാലും മേടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും കാലം നന്നാക്കൽ വണ്ടി. അപ്പോൾ ഇപ്രാവശ്യം റിന്യൂവലിന് ഇവിടെ കൊടുക്കാൻ പറ്റില്ല കാരണം അവർ ഒരു കമ്പനീൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. GTRും പിന്നെ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ സ്ഥലമുണ്ട്, അങ്ങോട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവിടേക്ക് കയറ്റാനാണ് പ്ലാനെന്ന്. അപ്പോൾ ഇതാണ് സ്ഥലം, CPM സർവീസ് അങ്ങനെ എന്തൊക്കെ പേര്. നമുക്കൊന്ന് ടയറും മാറ്റണം, കുറച്ച് പണിയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വണ്ടി ആക്കി കൊടുക്കാം. പക്ഷെ വണ്ടി ഒന്ന് റിപ്പയറിങ്ങിന് കൊടുക്കണം. അപ്പോൾ പക്ഷെ നമുക്ക് റിപ്പയർ ചെയ്തിട്ട് ബാക്കി കാണാം. പക്ഷേ ഒരു 2 ദിവസത്തിന് ശേഷം നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരുടെ തന്നെ ഒരു കോട്ടേജിൽ നിന്നിട്ടുണ്ടായിരുന്നു, CPM സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള. നല്ല ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളിൽ നിന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടീൻ്റെ പണിയും കാര്യങ്ങൾ കഴിഞ്ഞു. അണ്ടർ ചെക്കിങ് ആണെന്ന് എന്തായാലും വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടീൻ്റെ ഇടയിൽ തുരുമ്പും കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട്, കാരണം കുറേ നിർത്തിയിട്ടിട്ട് മഴയത്തും കാര്യം. പിന്നെ അവർ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അപ്പോൾ ഇന്ന് വണ്ടി എടുത്തിട്ട് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. പേയ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചെയ്താണ്, വണ്ടി കൊടുത്താൽ തന്നെ. അപ്പോൾ ഇവിടെ ആരും ഇല്ലയെന്ന് തോന്നുന്നു. നമുക്കെന്തെങ്കിലും വണ്ടി മെല്ലനെ ഇവിടെ നിന്ന് എടുക്കാം. കുറേ ആൾക്കാരുണ്ടല്ലോ, നല്ല തിരക്കുള്ള ദിവസമാണ് തോന്നുന്നു. നമ്മൾ റിന്യൂവൽ എടുക്കാൻ പോകണമെന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനി വണ്ടി മെല്ലനെ എടുത്തോടത്ത് കൊണ്ടുവെക്കാം. മെല്ലെ പോയാൽ അങ്ങനെ വല്ല പോലീസുകാരുണ്ട്. പിന്നെ റിന്യൂവലും കിട്ടില്ല, ബുക്കും പേപ്പറില്ലാത്ത. അപ്പം നേരെ അതാ പറഞ്ഞില്ല, വണ്ടി എങ്ങാനും മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് മുമ്പിൽ പിടിച്ചാനിപ്പം. നേരെ ഇനി ഗ്യാരേജിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് ഗ്യാരേജിൽ നമ്മൾ അവിടെയാണ് പാർക്ക് ചെയ്യൽ സാധാരണ. അപ്പോൾ അവിടെ തന്നെ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കയറ്റിച്ചാലും മതി. ഇവിടെ ആകുമ്പോൾ തണലും ഉണ്ട്, അപ്പോൾ ഇവിടെ തന്നെ ഇടാം. അപ്പുറത്ത് ഇടാൻ പറ്റില്ല, കാരണം അപ്പുറത്ത് നമ്മൾ ബിസിനസ് വാങ്ങി വെച്ചിട്ടുണ്ട്. ബട്ട് അവിടെ പാർക്കിംഗ് ഇട്ട സീനാണ്. ഇവിടെ നിന്ന് നല്ല പോലീസുകാർ മാറ്റിച്ചാലുള്ളൂ. പക്ഷെ നോക്കി നോക്കാം നമുക്ക് എന്തായാലും. അപ്പം എല്ലാം തട്ടിയാനപ്പോൾ അങ്ങനെ വണ്ടി മെല്ലെ പാർക്ക്. പോലീസുകാർ പറഞ്ഞു അവിടെ വണ്ടി ഇടാൻ പറ്റില്ല, കാരണം അവിടെ നടക്കുന്ന സ്ഥലം കൊണ്ട്. അപ്പോൾ നമ്മളവിടെ പാർക്കിങ്ങിനാണുള്ളത്. നമ്മൾ ഒരു 3 മന്തിനുള്ള റെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴേ നമുക്ക് ഇവിടെ തന്നെ വണ്ടി ഇടാൻ പറ്റും. ഓക്കെ, വണ്ടി ഇപ്പോൾ ഇവിടെ തന്നെ കിടന്നോട്ടെന്നാണ് എൻ്റെ പ്ലാന്. അങ്ങനെ വണ്ടി ഇപ്പോൾ സെറ്റായിട്ടാണ് നിൽക്കുന്നത്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. തന്നെ ഡ്രോണും വെച്ച് ഫോട്ടോ എടുക്കും. അപ്പം അങ്ങനെ ഇവൻ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. എന്താണ് അഭിപ്രായം എന്ന് പറയാം. അപ്പോൾ ഇനി പാർട്ട് 2 പാർട്ട് 3 ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.